വിദ്യയും അഖിലും ഒരേ കോളേജിൽ പഠിക്കുന്നവരും കൂടാതെ 2 വർഷമായിട്ട് പ്രണയിക്കുന്നവരുമായിരുന്നു. പലപ്പോഴും സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞ് വിദ്യയും അഖിലും പുറത്തു പോകുന്നത് പതിവായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വിദ്യ ക്ലാസ് റൂമിൽ തല ചുറ്റി വീണു. ഉടനെ അവളുടെ ഫ്രണ്ട്സ് അവളെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു. ചെക്കപ്പിന് ശേഷം ഡോക്ടർ പറഞ്ഞ കാര്യം കേട്ട് വിദ്യ ഞെട്ടിപ്പോയി. അവൾ 2 മാസം ഗർഭിണിയായിരുന്നു. പിറ്റേന്ന് വിദ്യ കോളേജിൽ വെച്ച് അഖിലിനോട് എല്ലാം പറയുന്നു. നോക്ക് വിദ്യ, ഇതുവരെ നമ്മുടെ പഠിപ്പ് പൂർത്തിയായിട്ടില്ല. നമ്മുടെ കരിയർ, എനിക്ക് വലിയ ഒരു പൊസിഷനിൽ ജോലി സമ്പാദിക്കണം. അതിനിടയ്ക്ക് ഇത്തരം സെന്റിമെന്റ്സ് ഒന്നും ശരിയാവില്ല. ആ കുഞ്ഞിനെ നമുക്ക് അബോർട്ട് ചെയ്യാം. അത് കേട്ടതും വിദ്യ ഞെട്ടിപ്പോയി. അഖിൽ, നീ ഇത്ര സിമ്പിളായിട്ടാ സംസാരിക്കുന്നത്? ഒരു കുഞ്ഞിന്റെ ജീവൻ കളയുന്നത് നിനക്ക് നിസ്സാരമാണോ? അതും ഒരു ജീവനല്ലേ? നമ്മൾ ചെയ്ത തെറ്റിന് ആ ജീവൻ എന്തു പിഴച്ചു? വിദ്യ, നീ പണ്ടത്തെ പെണ്ണുങ്ങളെ പോലെ സംസാരിക്കല്ലേ. നിനക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ലേ? അഖിൽ, ഈ ഒരു കാര്യത്തിൽ സ്ത്രീകൾ എല്ലാ കാലത്തും ഒരേപോലെ ചിന്തിക്കൂ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അഖിൽ, നിന്റെ ഇഷ്ടം എൻ്റെ ശരീരത്തോടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി. എന്തായാലും ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കും. അതിനു നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. വിദ്യ, നിന്റെ തീരുമാനം ശരിയല്ല. എനിക്കതിൽ താല്പര്യമില്ല. അറിയാം, നിനക്ക് നമ്മുടെ കുഞ്ഞിനെ വേണ്ട. ശരി, ഞാൻ ഒരിക്കലും നിന്നെ എൻ്റെ കുഞ്ഞിന് കാണിച്ചു കൊടുക്കില്ല. അച്ഛനില്ലാത്ത എത്ര കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നു. അതിലൊരാളായി ആ കുഞ്ഞും ജീവിക്കും. അതിനുശേഷം വിദ്യ ആ കോളേജിലേക്ക് വന്നില്ല. അവളെ അന്വേഷിച്ച് അഖിൽ പോയതുമില്ല. വിദ്യ ഗർഭിണിയാണെന്നറിഞ്ഞ് അവളുടെ വീട്ടുകാർ ഒരുപാട് തവണ അവളെ അബോർട്ട് ചെയ്യാൻ നിർബന്ധിച്ചെങ്കിലും അവളുടെ തീരുമാനത്തിൽ നിന്ന് അവൾ പിന്മാറിയില്ല. അവസാനം മകളുടെ നിർബന്ധത്തിന് അവർക്ക് വഴങ്ങേണ്ടി വന്നു. എന്നാൽ ഒരു ഡിമാൻഡ് മാത്രം അവർ പറഞ്ഞിരുന്നു. വിദ്യ ഗർഭിണിയാണെന്ന കാര്യം മറ്റാരും അറിയാൻ പാടില്ല. അതിനാൽ വിദ്യയെ കോയമ്പത്തൂരുള്ള അവളുടെ ഇളയമ്മയുടെ വീട്ടിൽ എത്തിച്ചു. പ്രസവം വരെ വിദ്യ താമസിച്ചിരുന്നത് അവിടെയായിരുന്നു. മാസങ്ങൾക്ക് ശേഷം വിദ്യ പ്രസവിച്ചു ഒരു ആൺകുഞ്ഞ്. കുഞ്ഞിന് മാസങ്ങളായപ്പോൾ വിദ്യ അവളുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തു. അവളുടെ ഏറ്റവും വലിയ ഒരാഗ്രഹം പൂർത്തീകരിക്കാനുള്ള ശ്രമമായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങൾ.